നമസ്കാരം. കമ്പോസ് കേരള ഉപയോഗിച്ച് എങ്ങനെയാണ് ഗസറ്റ് വിജ്ഞാപനം ചെയ്യാനുള്ള അപേക്ഷകൾ നൽകുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിനായി ഈ സ്ക്രീനിൽ കാണുന്ന ലിങ്കാണ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന ഈ സ്ക്രീനിൽ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുക. അതിനായി സിറ്റിസൺ സർവീസസ് എന്ന ഹെഡിൽ നിന്നും സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആളുടെ വ്യക്തി വിവരങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അപേക്ഷയിലേക്ക് കടക്കാം. എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശ ധാരണ അതിനെക്കുറിച്ച് ഉണ്ട് എന്ന് കരുതുന്നു. നമ്മുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ജനന തീയതിയും മറ്റ് വിവരങ്ങളും കൊടുത്ത് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ പാസ്വേഡിന് ഉപയോഗിക്കേണ്ട മാനദണ്ഡങ്ങൾ അവിടെ ഒരു കറുത്ത സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ രീതിയിലുള്ള പാസ്വേഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഗസറ്റ് വിജ്ഞാപനം ചെയ്യുന്നതിനായി ബേസിക്കായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താം. അതിനായി കുറച്ച് വിവരങ്ങൾ ഞാനിവിടെ വിശദമായി കാണിക്കുകയാണ്. ഈ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന PDF നമുക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. എന്നിരുന്നാലും ഞാനൊന്ന് ഓടിച്ച് കാണിക്കാം. അപേക്ഷകൻ ഇന്ത്യക്കാരനും കേരളത്തിൽ സ്ഥിരതാമസക്കാരനും ആയിരിക്കണം എന്നതാണ് ഒന്നാമത്തെ മാനദണ്ഡം. പേര്, ഒപ്പ്, മതം, ലിംഗം തുടങ്ങിയവ മാറുന്നതിനെല്ലാം നമുക്ക് ഗസറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപനത്തിന് ഉപോത്ബലകമായ രേഖകൾ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. ഇനി ഫീസുകളെക്കുറിച്ച് പറയാം. പേര് മാറ്റത്തിന് 1820 രൂപ, ഒപ്പ് മാറുന്നതിന് 2600 രൂപ, മതം, ജാതി തുടങ്ങിയവ മാറുന്നതിന് 1560 രൂപ, ലിംഗം മാറുന്നതിന് 1820 രൂപ എന്നിങ്ങനെയാണ് ചാർജുകൾ. അപേക്ഷ പൂർണ്ണമായും ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. പ്രായപൂർത്തിയായ ഒരു വ്യക്തി ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. മൈനറായ കുട്ടികളുടെ ചെയ്യുമ്പോൾ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേരിലായിരിക്കും അപേക്ഷ സമർപ്പിക്കുന്നത്. അവരുടെ ഫോട്ടോയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പേര് മാറുന്നതിന് വിദ്യാഭ്യാസ രേഖ കൂടാതെ റേഷൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ ID കാർഡുകളും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. കുട്ടികളുടെ പേര്, ജാതി, മതം തുടങ്ങിയവ തിരുത്തുന്നതിന് അപേക്ഷയോടൊപ്പം സ്കൂൾ രേഖകളുടെ പകർപ്പുകൾ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതിൻ്റെ വിശദമായ PDF നമുക്ക് കമ്പോസ് എന്ന വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അപേക്ഷകളിലേക്ക് കടക്കുന്നതെന്നും എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടതെന്നും വിശദമായി പറയാം. ഒന്ന്, ഒരു ഫോട്ടോ. മറ്റൊന്ന്, സ്കൂൾ രേഖയുടെ പകർപ്പ്. വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന 1 ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതോടൊപ്പം ഹാജരാക്കുമ്പോൾ അത് തിരിച്ചു വരുന്നതായി കണ്ടിട്ടുണ്ട്. ആയതിനാൽ നമ്മൾ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന 1 ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആ 1 ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റുകളിൽ ഏതെല്ലാം രേഖകളിലാണോ പേരുകൾ മാറിക്കിടക്കുന്നത് അതിനെക്കുറിച്ചെല്ലാമുള്ള രേഖകൾ നമ്മൾ അക്കമിട്ട് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇനി ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴുള്ള മെനുവിലേക്ക് നോക്കാം. അതിനകത്ത് ഓൺലൈൻ സർവീസസ്, റിജക്റ്റഡ് റിക്വസ്റ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ്, റിട്ടേൺഡ് റിക്വസ്റ്റ് തുടങ്ങി പല മെനുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പുതിയ അപേക്ഷകൾ ചെയ്യുന്നത് ഓൺലൈൻ റിക്വസ്റ്റ് എന്ന ഓപ്ഷന് കീഴിലാണ്. ഒരു റിജക്റ്റ് ചെയ്ത അപേക്ഷയുടെ സ്റ്റാറ്റസാണ് ഇവിടെ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചിരിക്കുന്നത്. ചെയ്ത അപേക്ഷകളിൽ പിന്നീട് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലിങ്കാണ് മൂന്നാമത് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. റിട്ടേൺഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന മെനുവിൽ നിന്ന് നമുക്ക് തിരിച്ച് നമ്മൾ അയച്ചതിന് ശേഷം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തിരിച്ചയക്കുന്ന അപേക്ഷകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇതിൽ നിന്നെടുത്ത് ഏറ്റവും താഴെ ഭാഗത്ത് വരുന്ന ജനറേറ്റ് ന്യൂ മാറ്റർ എന്ന ഓപ്ഷനിൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അതിന് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കൽ പേയ്മെൻറ്റ് അടച്ച അപേക്ഷകളെ വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. രേഖകളുടെ എല്ലാം അറ്റസ്റ്റഡ് കോപ്പിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഇട്ടിട്ടുണ്ട്. അതിലും പുതിയ നമ്മൾ ചെയ്ത ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ നമ്പറുകളെല്ലാം കാണിക്കും. അവിടെ നിന്ന് ആ നമ്പർ സെലക്ട് ചെയ്ത ശേഷം ട്രാക്ക് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ സ്റ്റാറ്റസിനകത്ത് റിക്വസ്റ്റ് റിജക്റ്റഡ് ആണോ, അപ്ലൈഡ് ആണോ, ചെയ്തതാണോ, ഇനി പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ പെൻഡിങ് ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. റിട്ടേൺ ചെയ്ത അപേക്ഷയുടെ ഇത് കാണിക്കുന്നത് റിട്ടേൺഡ് ബൈ JS ടു ആപ്ലിക്കൻ്റ് തുടങ്ങിയ രീതിയിലൊക്കെ നമുക്ക് എഴുതി കാണിക്കുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് പാസ്സായ ഒരു അപേക്ഷ
ഗസറ്റ് നമ്പർ സഹിതം എഴുതി കാണിക്കുന്നതാണ് സ്റ്റാറ്റസ് എന്ന ഹെഡിങ്ങിന് താഴെ. അവിടെ വ്യൂ നോട്ടിഫിക്കേഷൻ എന്ന ഒരു ലിങ്ക് കൂടി ഉണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ PDF ഡൗൺലോഡായി വരുന്നതാണ്. ഇത്രയുമാണ് ബേസിക്കലി നമുക്ക് കമ്പോസ് എന്ന വെബ്സൈറ്റിനെ കുറിച്ച് പരിചയപ്പെടാനായി ഉള്ളത്. അതിൽ ഓൺലൈൻ റിക്വസ്റ്റിനകത്ത് ഇനീഷ്യേറ്റ് റിക്വസ്റ്റ്, സേവ്ഡ് റിക്വസ്റ്റ് തുടങ്ങിയവ കാണാൻ സാധിക്കും. ന്യൂ റിക്വസ്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിലേത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള റേഡിയോ ബട്ടൺ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് നെയിം ചേഞ്ച് ആണോ, നെയിം ചേഞ്ച് ഓഫ് മൈനർ ആണോ, സിഗ്നേച്ചർ ചേഞ്ച് ആണോ, കാസ്റ്റ് ചേഞ്ച് ആണോ, റിലീജിയൻ ചേഞ്ച് ആണോ, റിലീജിയൻ കറക്ഷൻ ചെയ്യാനാണോ, കറക്ഷൻ ഓഫ് കാസ്റ്റ് ആണോ, അങ്ങനെയുള്ള മെനു റേഡിയോ ബട്ടൺ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരും. അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നു. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. പിന്നീട് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് നോട്ടിഫിക്കേഷൻ മാറ്റർ ആണ്. നോട്ടിഫിക്കേഷൻ മാറ്ററിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്ത് വരുന്ന മാറ്ററിൽ കുറച്ച് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാവാം. അത് നമ്മൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഡോക്യുമെൻറ്റ് നമ്പറുകളെല്ലാം മാറിയായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതെല്ലാം നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മാറ്റർ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത അപേക്ഷ അപ്രൂവ് ആയതിന് ശേഷം പണം അടയ്ക്കാം. ചിലപ്പോൾ 2-3 ദിവസങ്ങൾ എടുത്തേക്കാം അപ്രൂവ് ആകാൻ. പബ്ലിഷിങ്ങിനായി പല സ്റ്റെപ്പുകളിലൂടെ കടന്നു പോവുകയും ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതുമാണ്. ഇവിടെ ഞാൻ വീണ്ടും ഒരു റിട്ടേൺഡ് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുകയാണ്. അതിൽ വ്യൂ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അപേക്ഷകൻ്റെ റിട്ടേൺഡ് ആപ്ലിക്കേഷൻ അവിടെ നമുക്ക് ലഭ്യമാകുന്നു. അതിൻ്റെ താഴെ വരുന്ന ഭാഗത്താണ് ജനറേറ്റ് ന്യൂ മാറ്റർ എന്ന ഓപ്ഷൻ വരുന്നത്. അത് ചെയ്ത ശേഷം നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ റിജക്റ്റഡ് ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് ഒന്നുകൂടി ഞാൻ കാണിക്കുന്നു. അതിൻ്റെ കാരണം കൃത്യമായി അവിടെ അപ്ലോഡഡ് ഇമേജ് ഈസ് നോട്ട് ക്ലിയർ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഏറ്റവും താഴ്ഭാഗത്തായി എന്തുകൊണ്ടാണ് ഈ മാറ്റർ റിജക്റ്റ് ആയത് എന്ന് ഒരു ഡിസ്ക്രിപ്ഷനും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. രേഖകളെല്ലാം 100 KB കൂടാത്ത രീതിയിൽ ക്ലിയറായി വായിക്കാവുന്ന ഫയലുകളായി വേണം സേവ് ചെയ്ത് വയ്ക്കാൻ. വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ചതല്ല. അതിന് പകരം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റാണ് ഉപയോഗിക്കുന്നത്. വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റിൽ പേരുകൾ മാറിക്കിടക്കുന്ന എല്ലാ രേഖകളും 1 by 1 അക്കമിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ അക്കമിട്ട് തന്നെയാണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാനുള്ള അപേക്ഷയും നമ്മൾ തയ്യാറാക്കുന്നത്. നമ്പർ 1 ഐഡൻറ്റിറ്റി കാർഡ്, നമ്പർ 2 ആധാർ കാർഡ്, നമ്പർ 3 റേഷൻ കാർഡ്, അങ്ങനെ ഓരോ രേഖകളെയും അക്കമിട്ട് നിരത്തിയാണ് നമ്മൾ ഈ അപേക്ഷ മുന്നോട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.